ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ബാംബർഗിലാണ് കേട്ടോ. ജർമ്മനിയിൽ തന്നെ ഒരു പഴയൊരു മിഡീവൽ ടൗണാണ് ബാംബർഗ്. യുനെസ്കോ ഹെറിറ്റേജിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള ജർമ്മനിയിലെ ഒരു നഗരമാണ്, പ്രധാനപ്പെട്ട നഗരമാണ് ബാംബർഗ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബാംബർഗിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഹൗട്ട് ബാനോഫിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ജസ്റ്റ് പുറത്തേക്ക് നടക്കുവാണ് കേട്ടോ. നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു ആർക്കിടെക്ചറുള്ള പണ്ടത്തെ സ്റ്റൈലിലൊരു ബിൽഡിങ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫുട്പാത്തിലൂടെ നടന്നിട്ട് വേണം ഇതിൻ്റെ ഓൾഡ് ടൗണിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇതിലൂടെ അപ്പോൾ നമുക്ക് റൈറ്റ് നൗ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാംബർഗ് എന്ന് പറയുമ്പോൾ ഒരു മിഡീവൽ ടൗണാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നടന്ന സമയത്ത് ഇവിടെ അങ്ങനെ കേടുപാടുകൾ സംഭവിച്ചില്ല. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ പഴയ ഒരു ബിൽഡിംഗ് ശൈലിയിലുള്ള ആർക്കിടെക്ചർ തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ന്യൂറംബർഗിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ബിൽഡിങ്സുകളൊക്കെ കുറേ നാശനഷ്ടം സംഭവിച്ചു. അപ്പോൾ പണ്ടത്തെ ഒരു ആർക്കിടെക്ചർ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിൽക്കുന്നുള്ളൂ. കുറേ ഇപ്പോൾ മോഡേൺ ബിൽഡിങ്ങുകളൊക്കെയാണ്. വീടുകളായാലൊക്കെ റെനോവേറ്റഡ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പുതിയ ടൈപ്പ് ബിൽഡിംഗ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബട്ട് ബാംബർഗിൽ അങ്ങനെയല്ല. പണ്ടത്തെ ഒരു ജർമ്മൻ, ഒരു ബവേറിയൻ ശൈലിയിലുള്ള, ഫ്രാങ്കോണിയൻ ശൈലിയിലുള്ള വീടുകളാണ് കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന കേട്ടോ റെഗ്നിറ്റ്സ് നദി. ന്യൂറംബർഗിലുള്ളതാണ് പെഗ്നിറ്റ്സ്. ബാംബർഗിലേക്ക് ഇപ്പോൾ ഈ കാണുന്ന ഒരു നദിയുടെ പേര് റെഗ്നിറ്റ്സ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ തീരത്ത് കാണുന്ന പുതിയ വീടുകളും പഴയ വീടുകളായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഡിസൈനിങ്ങും ഈ ഒരു പുതിയൊരു പാലമൊക്കെയാണ് ഈ അതികൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് കേട്ടോ. ഇതിന് വലിയ ആഴമുള്ള പുഴയൊന്നുമല്ല. വിൻ്ററും ചെറിയ മഴയൊക്കെ പെയ്തതുകൊണ്ട് വെള്ളം മൊത്തത്തിൽ കലങ്ങി കിടക്കണേ. എങ്കിലും കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു വ്യൂവും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും വീടുകളും ഒക്കെ ചേർന്നിട്ട് അതിമനോഹരമായിട്ടാണ് ബാംബർഗ് നിലകൊള്ളുന്നത്. അടിപൊളിയാണെന്ന് തന്നെ പറയാം. ഈ കാണുന്ന റോഡിൽ ആ ഒരു പിങ്ക് നിറത്തിൽ കളർ വച്ചിരിക്കുന്ന സൈക്കിൾ പാത്തിലാട്ടോ. അപ്പോൾ നോർമൽ സാധാരണ ആൾക്കാരൊക്കെ നമ്മളെ പോലുള്ള പുറത്തുനിന്നുള്ള ഇന്ത്യക്കാരൊക്കെ ചിലപ്പോൾ അധികം നടന്നു എന്ന് തോന്നാലും ജർമ്മൻസ് ഒന്നും അധികം നടക്കില്ല. കാര്യം അത് സൈക്കിൾ പാത്തിന് അലോക്കേറ്റഡ് ആയിട്ടുള്ള വഴിയാണ്. ബാക്കിൽ നിന്ന് സൈക്കിളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ ഹോൺ അടിക്കും. അതായത് നമ്മൾ അവരുടെ വഴിയിൽ നിന്ന് മാറിക്കൊടുക്കാനുള്ളതാണ്. നമ്മുടെ രാജ്യത്തൊന്നും ഇങ്ങനെയുള്ള കുറച്ചും കൂടെ നല്ല ടൗൺ പ്ലാനിങ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഇത്രയും ഡിസൈൻഡ് ആയിട്ടൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. അപ്പോൾ ഈ പുറം രാജ്യങ്ങളിൽ, യൂറോപ്പിൽ, ജർമ്മനിയിൽ മാത്രമല്ല, സ്പെയിനിലും, നിങ്ങൾ ഏത് യൂറോപ്യൻ രാജ്യത്ത് പോവുകയാണെങ്കിലും ഇതേപോലെ സൈക്കിളുകാർക്ക് പ്രത്യേകമായിട്ടൊരു വഴി, അതിൻ്റെ പ്രത്യേകിച്ച് സൈക്കിളിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് റോഡ് സൈഡിൽ എപ്പോഴും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പുറത്ത് കാൽനടക്കാർക്ക് നടക്കാം ആ ഒരു സൈഡിൽ കൂടെ. അപ്പോൾ റോഡായാൽ പോലും വേറെ കാറുകളോ വേറെ വണ്ടികളോ ഒന്നും തന്നെ ആ ഒരു സൈക്കിൾ പാത്തിൽ കൂടെ നടക്കില്ല കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ റോഡുകളും ട്രാൻസ്പോർട്ടേഷനൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോയ്ക്ക് ചെറിയ ഷേക്കിങ് ഉണ്ട് കേട്ടോ. ഞാനത് എഡിറ്റിങ്ങിൽ അത് സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഈ കാണുന്നതാണ് റെഗ്നിറ്റ്സ് നദി കേട്ടോ. അപ്പോൾ ഇതിനെ വെൻഡിങ് എന്ന് പറഞ്ഞാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ജർമ്മൻ ഭാഷയിൽ. അതായത് ഇവിടെ മീൻപിടുത്തക്കാരുടെ പഴയ വീടുകളും ഇപ്പോഴത്തെ ബോട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പണ്ടത്തെ ശൈലിയിലുള്ളതല്ല, അതൊക്കെ മോഡേൺ ബോട്ടുകളാണ്. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ബോട്ടിങ് സാധ്യത കേട്ടോ. അപ്പോൾ യൂറോപ്യൻസ് വരുന്നവർക്കും ഒക്കെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ വൈകുന്നേരം ഇവിടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബോട്ടിങ്ങിന് ഈ മൊത്തം ബാംബർഗ് ഇങ്ങനെ ഈ ഒരു റിവറിൽ കൂടെ ഇങ്ങനെ കറങ്ങി കാണാൻ പറ്റും. ആ ഒരു ദ്വീപിൻ്റെ നടുക്കായിട്ട് ആ റിവറിൻ്റെ അവിടെ ചെറിയൊരു ദ്വീപിൻ്റെ അവിടെ ഇങ്ങനെ കല്ലുകൾ കൊണ്ട് അവിടെ ഒരു നല്ലൊരു പണ്ടത്തെ റാത്ത് ഹൗസ് ബിൽഡിങ്ങാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് നല്ല മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ് കൊണ്ടാണ് അതിൻ്റെ ചുവർ ചിത്രങ്ങളൊക്കെ നല്ല അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പണ്ടത്തെ ആ ഒരു ബ്രിഡ്ജിൽ കൂടെ ഒക്കെ നടന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ശരിക്കുള്ളൊരു ഓൾഡസ്റ്റ് മാർക്കറ്റിലേക്ക് പോകാനായിട്ട്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്, ഈ ഒരു സ്പോട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പഴയൊരു വെന്നീസ് സ്റ്റൈലിലുള്ള, ഇറ്റാലിയൻ ശൈലിയിലുള്ള ഒരു ആർക്കിടെക്ചറാണ് അവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. പണ്ടത്തെ പിന്നെ റിയൽ വെൻഡിങ് എന്ന് പറഞ്ഞ സ്ഥലം, ഈ സ്ഥലത്തിൻ്റെ പേരതാണ്. നമ്മളവിടുന്ന് പയ്യെ അവിടേക്ക് നടന്നതിന് ശേഷം ആ ഒരു ബ്രിഡ്ജിലൂടെ നടക്കാം കേട്ടോ. ആ ഓൾഡ് റാത്തോസിൻ്റെ സ്ഥലത്തേക്കാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ഇറ്റലിയിലെ വെന്നീസ് എന്നാണ് ഇവിടുത്തെ ജർമ്മനിയിലെ ഈ ഒരു ബാംബർഗിനെ വിളിക്കുന്നത് കേട്ടോ. അതായത് ഈ ഫ്രാങ്കോണിയൻ റീജിയണിലെ ഒരു നമ്മൾ വെന്നീസിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ വരുമ്പോൾ. ന്യൂറംബർഗിൽ പോയാലും വുർസ്ബുർഗ്, റീഗൻസ്ബുർഗ്, ആ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായൊരു ഫീലാണ് ബാംബർഗിലേക്ക് വരുമ്പോൾ കേട്ടോ. കാര്യം നമുക്ക് ജർമ്മനിയിൽ വരുമ്പോൾ എല്ലാ സിറ്റികളും ഒരുപോലെ തോന്നുമെങ്കിലും ബാംബർഗ് സ്പെഷ്യലായിട്ടൊരു സിഗ്നേച്ചർ ഫീല് നമുക്ക് തരും എന്തായാലും. അപ്പോൾ ഈ കാണുന്ന ഒരു നല്ലൊരു പ്രതിമയാണ് കേട്ടോ. നല്ല തലയില്ലാത്തൊരു പ്രതിമ, മെറ്റൽ കൊണ്ടാണ് അത് ഇതേപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എന്താ എഴുതിയിരിക്കുന്നതൊക്കെയാണ് അവിടെ ആ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് കൽപ്പാതയിലൂടെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ കൂടെ തന്നെ സൈക്കിളുകാർക്കും കാറുകൾക്കൊന്നും പോകാൻ പറ്റില്ല, എന്നാലും കാൽനടക്കാർക്കും സൈക്കിളുകാർക്കും ഈ വഴി കൂടെ പോകാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജിന് പാരലായിട്ട് തന്നെ വേറൊരു ബ്രിഡ്ജ് അപ്പുറത്തുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു കല്ലിട്ട ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ പല ഓരോ ബ്രിഡ്ജിൽ നിന്നും നമ്മൾ ഈ ഒരു ബാംബർഗ് ഈ നഗരത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണ് കേട്ടോ. ഇതിൻ്റെ ബാംബർഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ഫോട്ടോ വരും. അത് വരുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. മൂന്നാമത്തെ ബ്രിഡ്ജിൽ നോക്കി കഴിഞ്ഞാൽ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു വാൾപേപ്പർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ആ ഒരു സ്പോട്ടിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അത് നോക്കി, ഈ മനോഹരമായിട്ടുള്ള നദി ഒഴുകുന്നതും പണ്ടത്തെ ഫ്രാങ്കോണിയൻ ശൈലിയിലുള്ള ഒരു ആർക്കിടെക്ചറും ബിൽഡിങ്സുകളും. ഈ കാണുന്നതാണ് ഓൾഡ് റാത്തോസ്. അപ്പോൾ ഇവിടെ 3D പെയിൻറ്റിങ്ങുകൾ, ഈ പെയിൻറ്റിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. 3D പെയിൻറ്റിങ് എന്നാണ് അതിനെ വിളിക്കുന്നത്. നമുക്ക് ഇവിടെ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നതെങ്കിലും നമ്മൾ അപ്പുറത്തെ അതിൻ്റെ ഒരു ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ റിയാലിറ്റിയിൽ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ നമുക്കൊരു ശരിക്കും ആ ഒരു പണ്ടത്തെ ക്യാരക്ടേഴ്സൊക്കെ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് റിയലായിട്ട് തോന്നും. അതാണ് അതിന് 3D പെയിൻറ്റിങ് എന്ന് വിളിക്കാൻ കാര്യം. ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്തൊന്നുമല്ല കേട്ടോ. പണ്ടത്തെ മിഡീവൽ സെഞ്ചുറി AD 1000, 1100 ആ കാലഘട്ടത്തിലൊക്കെ ചെയ്ത പെയിൻറ്റിങ്ങുകളൊക്കെയാണ്. ഇവിടെ വേൾഡ് വാർ കൊണ്ട് ഈ ബിൽഡിങ്ങുകളൊന്നും നശിക്കാത്ത കൊണ്ട് തന്നെ അധികം റിനോവേഷൻ വർക്ക്സുകളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ആ പഴയ തനിമയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ബാംബർഗ് നഗരവും ഈ ഒരു പണ്ടത്തെ ബിൽഡിങ്സുകളൊക്കെ തന്നെ ഇവിടെ നിലകൊള്ളുന്നത്. ഇവിടുത്തെ ആർക്കിടെക്ചറുകൾക്കൊക്കെ ആ ഒരു പ്രൗഢിയുണ്ട്. ആൾക്കാരുകളൊക്കെ നടക്കുന്നതും ആ ഒരു റോയൽ ശൈലിയിലാണ്. നമ്മൾ ഇപ്പോഴത്തെ നടന്ന് ഈ ഒരു മെയിൻ റാത്ത് ഹൗസ് നിൽക്കുന്ന ബ്രിഡ്ജിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോ ബ്രിഡ്ജിൽ നിന്നും ഈ ബാംബർഗിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ പണ്ട് കാലത്തെ ശൈലിയിലുള്ള കഫേകളും ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ എക്സ്പെൻസീവാണ്. നമ്മൾ നോർമൽ ഷോപ്പിലേക്കാളൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ വളരെ ഇരട്ടിയാണ് ഇവിടെ ഷോപ്പിൽ കയറി നമ്മളൊരു വൈൻ കഴിക്കുകയാണെങ്കിലും ഒരു ബിയർ കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കോഫി ആണെങ്കിലും നമ്മളൊരു നേരത്തെ ഒരു ചായ, ഒരു കേക്ക് കഴിക്കണം, ഒരു പീസ് കേക്ക് കഴിക്കണമെങ്കിൽ പോലും നല്ല എക്സ്പെൻസീവാണ്. പക്ഷെ അതൊക്കെ എൻജോയ് ചെയ്യുന്നവരുണ്ട്. നല്ല ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു വ്യൂവും ഒക്കെ കണ്ട് അവിടെ ഇരുന്ന് ഒരു ചായയൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അടിപൊളിയാന്ന് തന്നെ പറയും. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു ഡാം പോലെ വെള്ളം കെട്ടി നിർത്തിയിട്ട് അവിടുന്നാണ് ഈ റെഗ്നിറ്റ്സ് നദിയിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്നത് കേട്ടോ. കാണുന്ന പോലെയല്ല, നല്ല ഫോഴ്സിൻ്റെ ആ വെള്ളത്തിന്. പക്ഷെ ആഴം കുറവാണ് ഈ നദി. എന്നിരുന്നാലും അവിടുന്ന് വരുന്ന വെള്ളം നല്ല ഫോഴ്സിലാണ് വരുന്നത് കേട്ടോ. അടിപൊളിയാന്ന് തന്നെ പറയാം ഈ ഒരു കാഴ്ച. ഈ കാണുന്നതാണ് റാത്ത് ഹൗസ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റും ആ പണ്ടത്തെ ആ ഒരു വാൾ പെയിൻറ്റിങ്സുകളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അവർ ആ ഒരു പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ തൊട്ടടുത്തൊരു കഫേ, അവിടെ ആൾക്കാർക്ക് വന്നിരുന്ന് കോഫി കപ്പുച്ചീനൊക്കെ കഴിക്കാം. ഇങ്ങനെ റിലാക്സായിട്ട് കപ്പിൾസിനായാലും ഫാമിലീസിനായാലും പേഴ്സണലായിട്ട് വന്നിരുന്ന് ഇങ്ങനെ കഴിക്കാം. തൊട്ടടുത്തുള്ള കാഴ്ചകൾ കാണാം. ആ ഒരു ബ്രിഡ്ജിൽ കൂടെയൊക്കെ ആൾക്കാർ നടന്നു പോകുന്ന ആ ഒരു ഫ്രെയിം നോക്കി എത്ര മനോഹരമാണ്. ബാക്കിലുള്ള ആ ഒരു നദി പോകുന്നതും അവിടെയുള്ള വീടുകളും. ഇവിടെ നമ്മളെപ്പോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്.
ഈ ഒരു വ്യൂ ആണ് ഞാൻ പറഞ്ഞൊരു ഇതിൻ്റെ ബാംബർഗിനെ പറ്റിയുള്ള ഐക്കോണിക് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു ഫോട്ടോ ആണ് നമ്മൾ ഗൂഗിളിൽ ബാംബർഗിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ആ ഒരു റാത്ത് ഹൗസിൻ്റെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നല്ല ഗോൾഡൻ പെയിൻറ്റിങ്ങുകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു അതിമനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ. ഇതാണ് ബാംബർഗ്. ഈ ഒരു ഫോട്ടോ കാണാനായിട്ടാണ്, ഈ ഒരു ഫോട്ടോ കാണാനല്ല, ഈ ഒരു ഫോട്ടോ ആണ് ബാംബർഗിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ഫോട്ടോ. അടിപൊളിയാണ്. ആ ഒരു ബ്രിഡ്ജും, കല്ലിട്ട ബ്രിഡ്ജും, അവിടെയുള്ള ആ ഒരു ഈ ഒരു റാത്ത് ഹൗസും, പണ്ടത്തെ റാത്ത് ഹൗസും, ഇതിൻ്റെയൊക്കെ സൃഷ്ടി ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാക്കിയതല്ല നമ്മൾ മനസ്സിലാക്കണം. മെഡീവൽ സെഞ്ചുറിയിൽ 1100-1000 ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് അത്. അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ് നമ്മൾ കാണുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് അതിൻ്റെ ബ്യൂട്ടി. ആ ഓരോ ബിൽഡിങ്സിലും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളും, ആ വർക്കുകൾ ചെയ്യുന്ന പോലെ നമ്മുടെ ചെറിയ പോലത്തെ വർക്കുകളൊന്നുമല്ല, അത്രയും പ്രൊഫഷണലായിട്ട് ക്രിയേറ്റീവായിട്ടാണ് ആ ഒരു വർക്കുകളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നടന്ന് പോകുന്ന അതിൻ്റെ മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബാംബർഗർ ഡോമിലേക്ക് എത്താൻ പറ്റും കേട്ടോ. AD 1100 കണ്ടാണ് ഈ ഒരു ഈ ഒരു ഡോം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ബാംബർഗിലെ തന്നെ ഏറ്റവും വലിയ ഡോമാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ബസിലിക്ക എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടത്തേർക്ക് ഡോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്കും ഒട്ടനവധി ടൂറിസ്റ്റുകളാട്ടോ അത് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ബാംബർഗിൻ്റെ ഓൾഡ് ടൗണിൽ നിന്ന് നമ്മളിങ്ങോട്ട് പയ്യെ മേലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോമിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഡോമിൻ്റെ അകത്തേക്ക് ചില സമയത്തൊന്നും എൻട്രി അലൗഡ് അല്ല, പക്ഷെ നമ്മൾ പോയപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയാണ്. പിന്നെ അതിൻ്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ ബാംബർഗ് കത്തീഡ്രൽ ഒഫീഷ്യലി സെന്റ് ജോർജ് കത്തീഡ്രൽ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ബാംബർഗിലെ ഇത് ജർമ്മനിയിലെ തന്നെ ഏറ്റവും മെഡീവൽ ചർച്ചസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാണ്. 1404 ഹെൻറിച്ച് രണ്ടാമൻ എന്നുള്ള ജർമ്മൻ രാജാവാണ് ഈ ഒരു ബാംബർഗിൽ ഈ ഒരു പള്ളി പണിയഴിപ്പിച്ചേട്ടോ. ഇതൊരു ഫയറിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടെങ്കിലും 1237 ഈ ഒരു കത്തീഡ്രൽ ഇന്ന് കാണുന്ന ഈ ഒരു ലെവലിൽ പുതുക്കി പണിതു. അപ്പം ഇന്ന് കാണുന്ന ഈ ഒരു ആർക്കിടെക്ചറുകളൊക്കെ തന്നെ, ഈ വാതിൽമ ചെയ്തിരിക്കുന്ന ഓരോ പണികളും, ഓരോ കുത്തുവർക്കുകളൊക്കെ തന്നെ 1237 ഇത്രയും 1000 വർഷങ്ങൾക്ക് മുന്ന് പണി കഴിപ്പിച്ചിരിക്കുന്ന ആർക്കിടെക്ചറും അന്നത്തെ ഒരു നിർമ്മിതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. റൊമാൻസ്ക് ആർക്കിടെക്ചറിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു ഹെൻറിച്ച് രണ്ടാമൻ രാജാവിന് ഇതിൻ്റെ ഒരു മെയിൻ ഒരു റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ സെൻറ്ററാക്കി മാറ്റാനായിരുന്നു ജർമ്മനിയിൽ അത് ആഗ്രഹിച്ചിരുന്നത്. സെക്കൻഡ് റോം എന്നാണ് ബാംബർഗ് ഈ ഒരു പള്ളീനെ വിളിക്കുന്നത്. സെക്കൻഡ് റോം എന്നാണ്. അപ്പോൾ ഈ ഹെൻറിച്ച് രണ്ടാമനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കുനിഗുണ്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. ആ ഒരു ഭാര്യനെയും ഈ ഒരു കത്തീഡ്രലിൻ്റെ അകത്ത് ബാക്കിൻ്റെ അടിഭാഗത്താണ് ബറി ചെയ്യിപ്പിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള രേഖകളിൽ പറഞ്ഞിരിക്കുന്നത്. ജർമ്മനിയിലെ തന്നെ ഹെൻറിച്ച് രണ്ടാമൻ എന്നുള്ളത് വിശുദ്ധനാട്ടോ, രാജാവാണെങ്കിലും ഒരു വിശുദ്ധ പദവി കിട്ടിയിരിക്കുന്ന രാജാവാണ് ഈ ഒരു ഹെൻറിച്ച് രണ്ടാമൻ. പണ്ടത്തെ ഒരു മിഡീവൽ ചർച്ച്, ഒരു ബസിലിക്കയാണ് നമ്മളീ കാണുന്ന ഈ ഒരു ബാംബർഗ് പള്ളി. 1230 പണി കഴിപ്പിച്ച ആ ഒരു പള്ളിയുടെ എല്ലാം പണ്ടത്തെ കല്ല് വർക്കുകളായാലും ഈ ഒരു രൂപങ്ങളൊക്കെ ആയാലും അന്നത്തെ മെറ്റൽ വർക്കുകളും അന്നത്തെ ടെക്നോളജിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ പണി കഴിപ്പിക്കുന്ന പള്ളികളുടെയും ആർക്കിടെക്ചറും പെയിൻറ്റിങ്ങും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ 7 അയലത്ത് വരില്ല. അത്രയും ചെറിയൊരു വർക്കാണെങ്കിൽ പോലും അത്രയും പെർഫെക്ഷനോട് കൂടി അത്രയും ക്രിയേറ്റീവായിട്ടാണ് ഈ കാണുന്ന ഇതുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അന്നത്തെ ആൾക്കാർ ഇതൊക്കെ ആ ഓരോ തൂക്കിയിട്ടിരിക്കുന്ന ലൈറ്റിൻ്റെയും ഒക്കെത്തിൻ്റെ ആർക്കിടെക്ചർ കംപ്ലീറ്റ്ലി അമേസിങ്.
നമ്മൾ ആ ഒരു കത്തീഡ്രലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു കത്തീഡ്രലിൻ്റെ പുറത്ത് കാണുന്നതാണ് അതിൻ്റെ ഒരു പുതിയ ന്യൂ റെസിഡൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് ഈ കത്തീഡ്രൽ ഒഴിച്ച് അതിൻ്റെ ബാക്കി നിൽക്കുന്ന ഒരു പുതിയ ബിൽഡിങ്സുകൾ, ആ ഒരു സ്പാനിഷ് ശൈലിയിൽ കാണുന്ന ആ ഒരു ആർക്കിടെക്ചറിൽ കാണുന്ന ബിൽഡിങ്സിനെ വിളിക്കുന്ന പേരാണ് നോയ് റെസിഡൻസ്. അപ്പോൾ ഇതുവഴി നമുക്ക് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള റോസ് ഗാർഡനിലേക്ക് എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സ്പാനിഷ് ശൈലിയിലുള്ള ഒരു ആർക്കിടെക്ചറായിട്ട് കാണാൻ പറ്റുന്നത്. അതിനെയാണ് റൊമാൻസ്ക് ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് റോസ് ഗാർഡനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇത് 18th സെഞ്ച്വറിയിൽ അന്നത്തെ ബാംബർഗിലെ രാജാക്കന്മാർ നിർമ്മിച്ച ഒരു ഗാർഡനാണ്. ഇപ്പോൾ അവിടെ റോസൊന്നുമില്ല, ഒരു ബൊറോക്ക് സ്റ്റൈൽ ഗാർഡനാണിത്. ഇപ്പോൾ അവിടെ റോസ് ചെടികളൊക്കെ, കാര്യം സീസൺ വിൻ്റർ ആയതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ ചെടികളൊക്കെ തന്നെ വളരെ ഡ്രൈ ആണ്. ജസ്റ്റ് ഒരു പുല്ലുകൾ മാത്രമേ അവിടെ മെയിൻറ്റെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. മരങ്ങളിലേക്കൊക്കെ നോക്കിയാൽ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ആർക്കിടെക്ചറിലുള്ള ആ മരങ്ങളുടെ ഡിസൈനിങ് തന്നെ കംപ്ലീറ്റ് വ്യത്യസ്തമാണ്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടേക്കണ മരങ്ങളെക്കാളും കംപ്ലീറ്റ് എല്ലാം ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, മരത്തിൻ്റെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി കംപ്ലീറ്റ് മൊത്തത്തിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ റോസ് ചെടികളാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന നല്ല റോസിൻ്റെ മരങ്ങളൊക്കെ വെച്ച് നല്ല സ്പ്രിങ്ങും നല്ല ഓട്ടമൊക്കെ ആണെങ്കിൽ ഇവിടെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവട്ടെ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഈ ഒരു ബാംബർഗിൻ്റെ ആ ഒരു ടൗൺ മുഴുവൻ കാണാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു പഴയ ഓൾഡ് ടൗണുകളും വീടുകളും പുതിയ വീടുകളും അവിടെയുള്ള പണ്ടത്തെ ആർക്കിടെക്ചറുകളും റോഡും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടത്തിൻ്റെ മുകളിലേക്ക് പിന്നെയും പോകാൻ പറ്റും. അതായത് ഈ ഒരു ഈ ഒരു പള്ളി കത്തീഡ്രലിനെ ചുറ്റി കറങ്ങി ചെറിയൊരു മൗണ്ടെയിൻ പോലെ അപ്പുറത്തെ സൈഡിലുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ നടക്കാനുണ്ട്. പക്ഷെ നടന്ന് അതിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബാംബർഗ് നമുക്ക് ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിപ്പോൾ ആ മലയുടെ മുകളിലേക്ക് നമ്മൾ പോകുന്നില്ല, കാര്യം അത് ഒത്തിരി നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് താഴേക്ക് ഇറങ്ങി വീണ്ടും ഈ ഒരു ഓൾഡ് ടൗണിൻ്റെ അവിടേക്ക് നടക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ് ഗാർഡനും പ്രത്യേകതയുണ്ട്. കാര്യം 4500 റോസ് പ്ലാന്റ്സുകളാണ് അതിൻ്റെ അവിടെ ഉള്ളത്. അതും തന്നെ 70ഓളം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോസുകളും അതിൻ്റെ പല വെറൈറ്റിയിലുള്ള റോസാണ് ആ ഒരു ഗാർഡനിൽ അവർ നട്ടുപിടിപ്പിച്ചേക്കണം. അതുകൊണ്ടാണ് അതിനെ റോസ് ഗാർഡൻ എന്ന് പറയാനായിട്ടുള്ള കാര്യം. മെയ് മാസം മുതൽ ജൂലൈ വരെയാണ് ആ ഒരു സീസൺ. കാര്യം ആ സമയത്ത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള റോസ് ഗാർഡനിൽ പൂക്കളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ അവിടെ ചെടികളും പൂക്കളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വീണ്ടും നമ്മൾ ഓൾഡ് ടൗണിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ. അപ്പോൾ ആ വഴിക്ക് പോയപ്പോഴാണ് നല്ല ഒരു ബസ് അതിൽ കൂടെ പോകുന്നത്. ഈ ആൾക്കാരൊക്കെ പോകുന്ന ആ ഒരു വഴി കൂടെ തന്നെയാണ് ഈ ബസ്സും പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു അത്രയും അടിപൊളിയാന്ന് പറയാം. ഇവിടെ നമുക്ക് തൊട്ടടുത്ത് പണ്ടത്തെ കാലത്തെ കുറേ രൂപങ്ങളും അന്നത്തെ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ ഹാൻഡിക്രാഫ്റ്റുകളും ആൻറ്റിക് മെറ്റീരിയൽസുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കിയപ്പോൾ ഒരു ഗണ്ണൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗണ്ണ്, തോക്കുകൾ, കത്തികൾ, അങ്ങനെയുള്ളൊരു ഷോപ്പിൻ്റെ നമുക്ക് അത് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ബട്ട് അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. യൂറോസിലൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 1000-1500 യൂറോ ഒക്കെ വരും ചെറിയൊരു സാധനം തന്നെ വാങ്ങിക്കുമ്പോൾ. അതായത് നമ്മുടെ നാട്ടിലൊരു 1 lakhൻ്റെ ഒക്കെ അടുത്ത് അത്രയും പൈസയാണ് കാര്യം ഈ ഒരു ആൻറ്റീക്ക് സംഭവങ്ങൾക്കൊക്കെ അവർ ചാർജ് ചെയ്യുന്നത്. ഇത് പണ്ടത്തെ ഇവിടുത്തെ ബാംബർഗിൽ തന്നെ ഇവിടുത്തെ പല ബ്രൂവറീസ് കമ്പനികൾ ഉണ്ടാക്കുന്ന വൈനുകളാണ്. ഇപ്പം ജർമ്മനിയിലെ തന്നെ ബാംബർഗിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ബ്രൂവറീസ് ഉള്ളത്. ബ്രൂവറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയറും വൈനുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സെൻറ്ററുകൾ. ഇതൊക്കെ ഇവിടുത്തെ ഓരോ ബാംബർഗർ വൈനുകൾ, ബാംബർഗർ ബിയർ ഒക്കെ പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നു. നോർമൽ ഷോപ്പുകളിലേക്കൊന്നും അവരധികം സെല്ല് ചെയ്യില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓതൻറ്റിക് ഷോപ്പുകളിലാണ് ഇതിൻ്റെ കൂടുതലും അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ പണ്ടത്തെ കാലത്തെ അപ്പോൾ നമ്മൾ പള്ളിയിൽ കയറിയപ്പോൾ കണ്ട കുറേ ആ പ്രതിമകളുടെയൊക്കെ ശൈലിയിലുള്ള ചെറിയ പ്രതിമകളൊക്കെ ഇവിടെ വിൽക്കാവുന്ന രീതിയിൽ ഷോപ്പുകൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അത് ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കിയതൊന്നുമല്ല, പണ്ടത്തെ ഇവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻറ്റീക്ക് സംഭവങ്ങളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഓർണമെൻറ്റ്സുകൾ, ചെറിയ ഓർണമെൻറ്റ്സുകൾ, വള, മാല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, പണ്ടത്തെ വാച്ചുകൾ,
അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടു കേട്ടോ. ഈ ഒരു തോക്കുകൾ കണ്ടോ, വാള്, അന്നത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളുകൾ, പല ടൈപ്പ് വാളുകൾ, പണ്ടത്തെ പിസ്റ്റളുകൾ. എൻ്റെ പൊന്നും, അമ്മാതിരി പണ്ടത്തെ കാലത്തെ സംഭവങ്ങളാണ്. നമുക്ക് ഇന്നത്തെ കാലത്തൊന്നും നമുക്കൊരു സ്ഥലത്തും കാണാൻ പറ്റാത്തതാണ്. ആ പിസ്റ്റളൊക്കെ കണ്ടോ, പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്ന അതേ ടൈപ്പ് വെപ്പൺസുകളൊക്കെയാണ് ഈ ഒരു ഇവിടെ അവർ പുറത്തേക്ക് ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ടാണ് നമ്മൾ പുറത്തേക്ക് നടക്കുന്നത്. അടിപൊളിയാന്ന് പറയാം. ജർമ്മനിയിൽ വന്നിരിക്കുന്ന മലയാളീസിന്, ബവേറിയയിലുള്ളവർക്കൊക്കെ ഒരു ഹോളിഡേക്ക് ആയിട്ട് ഒരു ദിവസം വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് ബാംബർഗും ഈ ഒരു ഓൾഡ് ടൗണും ഈ ഒരു ഷോപ്പ്, ഈ ഒരു ഏരിയാസൊക്കെ തന്നെ. ഇതാട്ടോ ക്ലൈൻ വെനഡിക് എന്ന് പറയുന്നത്. ലിറ്റിൽ വെനീസ് എന്നാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷിലെ പേര്. അപ്പോൾ അത് ഒരു കൂട്ടം പണ്ടത്തെ ഓൾഡ് ഫിഷർമാൻസ് ഹൗസുകൾ ഈ റിവറിനോട്, റെഗിൻസ് റിവറിനോട് ചേർന്നിട്ടാണ് ഇതൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വുഡൻ ബാൽക്കണീസ്, കളർഫുള്ളായിട്ടുള്ള ഒരു ആർക്കിടെക്ചറുകൾ, ഡയറക്റ്റ് ബോട്ടുകൾ, ഇതൊക്കെ 17ാമത്തെ 18ാമത്തെ സെഞ്ച്വറിയിൽ. ഇപ്പം ഇതൊക്കെ ടൂറിസ്റ്റിക് ആക്കിയെങ്കിലും അന്നത്തെ കാലത്ത് ഇവിടുത്തെ ആൾക്കാർ ഫിഷിങ്ങിനും ട്രാൻസ്പോർട്ടേഷനൊക്കെ ഈ ഒരു നദീനെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് വെനീസായിട്ട് നല്ല റിസംബ്ലൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിന് ജർമ്മനിയിലെ ലിറ്റിൽ വെനീസ് എന്ന് ബാംബർഗിനെ വിളിക്കുന്നത്. ഇവിടുത്തെ ആ പണ്ടത്തെ ഹൗസുകളൊക്കെ 17ാമത്തെ സെഞ്ച്വറിയിൽ പണിയെടുപ്പിച്ചാണ്. ഫിഷർമാൻ ഹൗസസ് ആണ് ഈ കാണുന്ന ഇതിനോട് ചേർന്ന ഹൗസസ് ഒക്കെ തന്നെ. ഹാഫ് ടിമ്പേർഡ് ശൈലിയിലാണ് ഈ ഒരു വീടുകളൊക്കെ പണിയെടുപ്പിച്ചിരിക്കുന്നത്. ചെറിയ നാരോ സ്ട്രക്ചേഴ്സും വളരെ അടുത്തടുത്തായിട്ടാണ് ഈ ബിൽഡിങ്സുകളൊക്കെ പണിയെടുപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ ഒരു വഞ്ചി കാണാം, പണ്ടത്തെ ഒരു വഞ്ചി. ഇതിപ്പോൾ യൂസ് ചെയ്യേണ്ടതൊന്നും അറിയില്ല, നല്ല തുരുമ്പ് പിടിച്ച് അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ടൂറിസ്റ്റുകൾക്കൊക്കെ പോകാൻ പറ്റിയ നല്ല മോഡേൺ എൻജിൻ ബോട്ടുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇവിടുത്തെ ബാൽക്കണീസൊക്കെ തന്നെ ഈ റിവറിനോട് തുറന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് പണ്ടത്തെ ഒരു വർക്കിംഗ് ക്ലാസ് ലൈഫിനെ സൂചിപ്പിക്കുന്ന ഒരു ആർക്കിടെക്ചറാണ്. ഇതിൻ്റെ മുകളിൽ ഡോമും ഇതിൻ്റെ താഴെ ഈ ഒരു റിവറും ഇതിനോട് ചേർന്നുള്ള ഒരു വീടുകളൊക്കെ ചേർന്നിട്ടാണ് ബാംബർഗിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. അപ്പോൾ വളരെ മനോഹരമാണ് ബാംബർഗ്. നല്ല ഒരു ദിവസത്തെ വിസിറ്റിന് എന്തായാലും വർത്താണ്. അപ്പോൾ നമ്മളോട്ട് ബാംബർഗിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി തിരിച്ച് റിട്ടേൺ പോകാം കേട്ടോ. സമയം ഈവനിങ് ആയി. ഇനി അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിൽ നിർത്താണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക്, ജർമ്മനിയിലുള്ള കൂട്ടുകാർക്കും ജർമ്മനിയിലേക്ക് വരാനായിട്ട് ടൂറിസ്റ്റ് വിസയിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.